സങ്കീർത്തനങ്ങൾ 68:19 നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഭാരമേറിയ വിഷയങ്ങൾ നിമിത്തം ദൈവമേ, എനിക്കിത് വഹിപ്പാൻ കഴിവില്ല എന്ന് ദൈവത്തോട് സങ്കടം പറയുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നമുക്കു വേണ്ടി ഭാരമേറിയ മരക്കുരിശ് നല്ല മനസ്സോടെ ചുമന്ന കർത്താവ് ഇന്നും നമ്മളുടെ സകല ഭാരങ്ങളെയും ചുമക്കുവാൻ മനസ്സും കരുണയുമുള്ള കർത്താവായി നമ്മളുടെ കൂടെയുണ്ട്. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല എന്നും 81:6 ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു എന്നും പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്നു നിങ്ങൾ വഹിക്കുന്ന ഭാരം എത്ര വലിയതാണെങ്കിലും അവയെ നിങ്ങളിൽ നിന്നും എടുത്തുമാറ്റി നിങ്ങളെ സ്വതന്ത്രരാക്കുവാനും നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാനും നമ്മളുടെ കർത്താവായ യേശു സർവശക്തനായി നമ്മളുടെ കൂടെയുണ്ട്. അതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളോരേ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും നാം അകന്നു പോകുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമുക്ക് യേശുവിനോട് ചേർന്ന് ജീവിക്കാം. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിൽ നിന്നും അകന്നു പോകുവാൻ ഇടവരാതെ നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നിശ്ചയമായും ദൈവപ്രവൃത്തി കണ്ട് നാം സന്തോഷിക്കും. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.